ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഹൃദയം ഏകാഗ്രമാക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കർത്താവ് എന്താണ് നമുക്കിന്ന് നൽകിത്തരേണ്ടത് എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് നൽകിത്തരും. പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, പാസ്റ്റേഴ്സ്, യൗവനക്കാർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയൊരു ആത്മശക്തിയുടെ അനുഭവം ഇന്ന് പകലിൽ നൽകണമേ. അതിനായിട്ട് ഞങ്ങളെ വിനയത്തോടെ താഴ്ത്തുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, രണ്ടാഴ്ചയോളമായിട്ട് ഞാൻ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പ്രബോധനം ആദ്യമേ പറയാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം രണ്ടാമത് പറയാമെന്ന് കർത്താവിൽ ഇപ്പോൾ ആശിക്കുന്നു. ഒന്നാമത് പറയാമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായം ഒടുവിലത്തെ ഒരു പാരഗ്രാഫാണ്. എബ്രായർ 10-ന്റെ ഒടുവിലത്തെ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് 32 മുതലാണ്. അവിടെ മുതൽ വായിച്ചു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ആമേൻ. ഇവിടെ 2 കൂട്ടരെ കാണാം. ഒന്ന്, നാശത്തിലേക്ക് പിന്മാറുന്നവർ. 2, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നു. ഈ രാവിലെ നമ്മൾ ഇതിലേതിലുണ്ടെന്ന് സ്വയം ശോധന ചെയ്ത് ഉറപ്പുവരുത്തുക. ഇതിൽ ഈ പിന്മാറുന്നവരുടെ കാര്യം പറയാനൊരു കാരണമുണ്ട്. അത് 26 മുതലുള്ള ആ ഒരു പാരഗ്രാഫിലാണ് കിടക്കുന്നത്. 26 മുതൽ 31 വരെ ഒന്ന് വായിക്കാമോ? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, നാം വിശ്വാസത്തിൽ വന്ന ശേഷം പാപം ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഉണ്ട്. കൂടുതലില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും
തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ കർത്താവിൻ്റെ പ്രമാണം ഉപേക്ഷിക്കുന്നവർക്ക് എത്ര കഠിനമായ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഈ കൃപയാണ് എന്ന് പറഞ്ഞ് ഉഴപ്പരുത്. കൃപയാണെങ്കിലും തിരുവെഴുത്ത് പറയുന്നു കൃപയിൽ നിൽക്കണം. അതിനെ ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഒരു അലസമായ ജീവിതം, ഒരു ഉഴപ്പൻ ജീവിതം, ഒരു ഭയമില്ലാത്ത ജീവിതം നയിക്കാൻ ഒരു കാരണവശാലും ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടല്ല നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതെന്ന് ഞാൻ 1000 വട്ടം പറയാം. എന്നാൽ നമ്മൾ ഉഴപ്പിയാൽ അതിനാരും ഉത്തരവാദിയല്ല. സ്തോത്രം. നമ്മളെന്നും ഇങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വളരെ കരുതലോടെ, ഭയത്തോടെ ജീവിക്കേണ്ടതാണ്. എബ്രായ ലേഖനം ഈ പിന്മാറ്റത്തിനെതിരെയുള്ള ലേഖനമാണ്. 2-1 നിങ്ങൾക്ക് കാണാപ്പാടം അറിയാമായിരിക്കും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. എന്താ ഈ ഒഴുകിപ്പോകാന്ന് പറഞ്ഞാൽ? നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അയഞ്ഞു പോകുക എന്നാ, നമ്മുടെ കാല് പറഞ്ഞു പോകുക എന്നാ, നമ്മുടെ നിലപാടുകൾക്ക് മാറ്റം വരിക എന്നാ, സമർപ്പണത്തിന് മാറ്റം വരിക എന്നാണ്, പ്രത്യാശയ്ക്ക് ഭംഗം വരിക എന്നാണ്, ദൈവഭയം കുറയുക എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. ഒഴുകിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. ആരും ഒരിക്കലും പൂർണ്ണരല്ല. എല്ലാവരും ഒഴുകാനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്തുക, ദൈവവചന ധ്യാനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക, പറ്റുമെങ്കിൽ കേൾക്കാവുന്ന അത്രയും നല്ല സന്ദേശങ്ങൾ കേൾക്കുക, കൂട്ടായ്മകളെ മുടക്കാതിരിക്കുക, വഴിവിട്ട കൂട്ടുകെട്ടുകളെ അകലെ നിന്നേ കണ്ടറിഞ്ഞ് ഒഴിവാക്കുക, ആത്മീയമായ ഫെലോഷിപ്പ് നിലനിർത്തുക, വർദ്ധിച്ചു വരിക. അപ്പം പിന്മാറ്റത്തിൻ്റെ സാധ്യത, അപ്പം നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടരെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. 26 മുതൽ 31 വരെ. രണ്ടാമത്തെ കൂട്ടർ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അത് വിശ്വാസത്തിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയവർ. അത് എബ്രായർ 11-ാം അധ്യായം. ഇങ്ങനെ 3 കൂട്ടരെയാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ചെറിയ ചോദ്യം: നമ്മൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണോ, പിന്മാറാത്തവരുടെ കൂട്ടത്തിലാണോ, അതോ ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്നവരുടെ കൂട്ടത്തിലാണോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലോട്ട് കയറുമ്പോൾ ഹാബേലിനെ കാണാം. ഒത്തിരി വർഷമൊന്നും ജീവിച്ചില്ല, പക്ഷെ ഫസ്റ്റ് ക്ലാസ്സാണ്. മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കുറച്ച് കാലമേ ചെയ്തുള്ളൂ, കുറച്ച് കാര്യമേ ചെയ്തുള്ളൂ, പക്ഷെ അത് അസറ്റായിരുന്നു. രണ്ടാമത് കാണുന്ന ഹാനോക്കിനെയാണ്. അന്നത്തെ കാലത്ത് 900 വയസ്സ് വരെ ആളുകൾ ജീവിക്കുമ്പോൾ ഇദ്ദേഹം 300 വയസ്സേ ജീവിച്ചുള്ളൂ, 365 വയസ്സേ ജീവിച്ചുള്ളൂ. അതിൽ 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു.
അയാളും ഡിസ്റ്റിങ്ഷനാണ്, ഫസ്റ്റ് ക്ലാസ്സാണ്. അയാൾ ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം യൂത്ത്സിന് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ, ക്യാമ്പ് ആയതുകൊണ്ട് അവരുടെ ഒരു പാഡൊക്കെ ഉണ്ട്, പവർ വിഷനിലെ യൂത്ത് ക്യാമ്പിൽ. ഞാൻ പറഞ്ഞു, ആരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ആ പേപ്പറിലോട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേരിങ്ങനെ മടിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം, ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതാവോ എന്ന് ചോദിച്ചു. പിള്ളേരേതായാലും അങ്ങ് എഴുതി. അത് അവരെ കൊണ്ട് ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ച് എഴുതിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഒന്ന് എടുത്ത് നോക്കണം. ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതൊന്ന് റിയലൈസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. അതൊന്ന് റിയലൈസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ലൂസാവാൻ പറ്റത്തില്ല. നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നോ അവരെ പോലെ നിങ്ങളാവും. നിങ്ങളുടെ സ്നേഹിതൻ ആരാന്ന് പറ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ആരുടെ കൂടെ ചിലവഴിക്കുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോട് മിണ്ടുന്നു, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭാഷ വരും, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവം വരും, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വിഷൻ വരും, ദർശനം വരും. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവന് ഉപജീവന മാർഗമൊക്കെ ഉണ്ട്. പക്ഷേ അവൻ ദൈവത്തോട് കൂടെ നടന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസത്തിൽ മികച്ച ലെവലിൽ പോകണം എന്ന് വിചാരിച്ചാലേ പാസ്സാകാനെങ്കിലും പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാം അറിയാതെ നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് ഈ പ്രത്യേക മീറ്റിങ്ങിൽ നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഒന്നും കൂടെ ചിന്തിക്കുക. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നമുക്ക് ഇച്ചിരൂടെ വലിയ സ്വപ്നങ്ങൾ കാണാം, കുറച്ചുകൂടെ വലിയ സ്വപ്നങ്ങൾ കാണാം. സ്തോത്രം. പഴയ നിയമത്തിലെ ഒത്തിരി ഭക്തന്മാരുണ്ടെങ്കിലും കുറച്ച് പേരുടെ പേരെ ഈ 11-ാം അധ്യായത്തിൽ വന്നിട്ടുള്ളൂ. ഏറ്റവും വലിയ ആളാണ് ശലോമോൻ. അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന പലരുടെയും പേരില്ല. ഇതിൽ നിന്നൊക്കെ എന്താ പഠിക്കുന്നതെന്നറിയോ? മനുഷ്യൻ കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത്. ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ പീഡനം അനുഭവിച്ച ഹാബേൽ ആ ലിസ്റ്റിലുണ്ട്. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു ഹാനോക്ക്. ഞാൻ ഇന്ന് രാവിലെ ഹാനോക്കിനെ കുറിച്ച് ഞങ്ങളുടെ സൂമിലെ ബൈബിൾ ക്ലാസ്സിൽ എടുത്തു. ഹാനോക്ക് 300 കൊല്ലം ദൈവത്തോടുകൂടെ നടന്നു. പക്ഷെ ഒരു പ്രസംഗം ചെയ്തിട്ടുള്ളൂ. അതൊരു പ്രവചന. അത് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ, യൂദായുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയോ പ്രസംഗം ചെയ്തു. നമ്മളെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉപദേശിമാരുടെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരെണ്ണേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ 300 കൊല്ലം അയാൾ ജീവിച്ചു. പ്രസംഗമാണോ ജീവിതമാണോ പ്രധാനം? ജീവിതമാണോ പ്രധാനം? സ്തോത്രം. ഞാൻ ഇച്ചിരൂടെ കടത്തി പറഞ്ഞാൽ, പ്രസംഗിച്ച ചിലരവിടെ എത്തുകയില്ല, എന്നാൽ ജീവിച്ചവരവിടെ എത്തും. അതുകൊണ്ട് ഒരു നല്ല ജീവിതം കാഴ്ചവെക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അല്പം കൂടെ മികച്ച ജീവിതം നയിക്കാനായിട്ട് സമർപ്പിക്കാം. നാളുകൾ പെട്ടെന്നങ്ങ് തീരും. നമ്മളിവിടുന്ന് പോകും, അടുത്ത തലമുറ വരും. കർത്താവ് വന്നില്ലെങ്കിൽ ഒരു നല്ല ജീവിതം, കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം, പ്രതിഫലമുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം, ആ ധൈര്യം എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിൽ വിശ്വാസം ഒന്നിടാം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുത്. ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഞാൻ ഈ പറയുന്ന ജീവിതം നയിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. ഹൃദയത്തെ തൊട്ടുള്ള ആത്മാർത്ഥമായ ഭക്തിയുള്ള ലാഭം നോക്കാത്ത ജീവിതം നയിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. ആരെയും കമ്പയർ ചെയ്യരുത്, വേറെ ആരെ പോലെയാകാൻ നോക്കരുത്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മുടെ ജീവിതയാത്ര തയ്ക്കാനായിട്ട് ഈ രാവിലെ ഒന്നുകൂടെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, എ ലിറ്റിൽ വൈൽ, എ വെരി ലിറ്റിൽ വൈൽ, അതെ എന്നാണ് ഇംഗ്ലീഷിൽ. ഇനി പെട്ടെന്ന് വരുവാനുള്ളവൻ വരും. വരുവാനുള്ളവൻ ആരാത്? യേശു മാത്രമാണ്. വേറെ ആരും വരുമെന്ന് പറഞ്ഞിട്ടില്ല, അവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഒരു പടി കൂടെ മുന്നോട്ട് കടത്തി നമുക്ക് കാണാൻ ശ്രമിക്കാം. കുറെ കാലം കഴിയുമ്പോൾ ഒരു മടുപ്പ് മനുഷ്യർക്ക് വരും. ആത്മീയത്തിൽ മടുപ്പ്, അതിനെ തോൽപ്പിക്കാൻ കർത്താവ് കൃപ തരട്ടെ. സ്തോത്രം. വിശ്വാസികളായ സഹോദരിമാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നാ? നമ്മൾ മൂലം ഒരാൾ കർത്താവിലേക്ക് വരിക. അതാണ് ഏറ്റവും വലിയ നേട്ടം. രാജസ്ഥാനിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു രാജ്കുമാർ എന്ന പാസ്റ്റർ എന്നെ കാണാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ വീട് ഈ തലയോലപ്പറമ്പിനടുത്താണ്. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ എന്നെ കാണാൻ വരും. അദ്ദേഹം എന്നേക്കാളൊക്കെ ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ശക്തനായ ദൈവദാസനാണ്. പക്ഷെ മലയാളി ഇവിടെ മലയാള നാട്ടിലല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഇവിടെയൊക്കെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് കാര്യവുമില്ല. കാരണം ഹിന്ദി ആണ് അധികം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ അത്ര അങ്ങോട്ട് ഫ്ലുവൻ്റ് അല്ല. പുള്ളി ജനിച്ചതൊക്കെ എവിടെയാണ്. പുള്ളിയുടെ അമ്മ ഒരു 3 മാസം മുമ്പ് മരിച്ചുപോയി. അമ്മ നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ചർച്ച വരുമായിരുന്നു. അപ്പം അമ്മ മരിച്ചപ്പോഴാണ് അമ്മയുടെ വില അറിയുന്നത്. അമ്മ ഒരു നേഴ്സായിരുന്നു. അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആത്മാക്കളെ നേടണം. നിങ്ങൾ അസൂയപ്പെട്ടു പോകും കേട്ടാൽ. ആ അമ്മ നേടിയ എത്ര ആത്മാക്കളെ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ നേടിയിട്ടില്ല. ആ അമ്മ നേടിയ എത്ര ആത്മാക്കളെ അവിടുത്തെ മുഴുവൻ പാസ്റ്റർമാരും കൂടി നേടിയിട്ടില്ല. എന്നോർത്ത് പാസ്റ്റർമാരുടെ കുറ്റം പറയല്ലേ ഞാൻ. ആ അമ്മച്ചിയെ ആ നിലയിൽ വളർത്തിയത് പാസ്റ്റർമാരാണല്ലോ. അപ്പോൾ അതും അതിനകത്തൊരു നന്മയാണ്. അപ്പം സഹോദരിമാർക്ക് വലിയ കാര്യം ചെയ്യാൻ പറ്റും. ഒരു കഥ എന്നോട് രാജ്കുമാർ പറയുകയാണ്. ഈ അമ്മ ഇങ്ങനെ എങ്ങോട്ടോ പോകുമ്പോൾ, അവിടുത്തെ നോർത്ത് ഇന്ത്യൻ വീടുകളല്ലേ, ഒരു മനുഷ്യനെ വീടിൻ്റെ വരാന്തേ കിടത്തിയിരിക്കുക, ഒരു കമ്പിളിയും പുതപ്പിച്ച്. ഈ പുള്ളിക്കാരത്തി കയറി ചെന്നു. ഇതെന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? ഓ, അതിന് സുഖമില്ല, രക്ഷപ്പെടുകയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. TB ആണ്, മരിക്കാറായി, വരാന്തയിലിട്ടിരിക്കുക. ഈ അമ്മ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഈ രാജ്കുമാറിനെ ഫോൺ ചെയ്തു. രാജ്കുമാർ അന്ന് വിശ്വാസിയ, പാസ്റ്ററല്ല, ഏത് ജോലി സ്ഥലത്താണ്. പതിനഞ്ച് ദിവസം ഈ മാതാവ് അവിടെ നിന്ന് ശുശ്രൂഷിച്ചു. 16-ാം ദിവസം
ആ മനുഷ്യൻ മരിച്ചുപോയി. വല്ല ഗുണവും കിട്ടിയോ? ഈ പെട്ടെന്നുള്ള റിസൾട്ടല്ലേ നമ്മളെല്ലാം നോക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടൊരാൾ നിൽപ്പുണ്ട്. ഈ മനുഷ്യൻ്റെ അനിയൻ അയാൾ ഈ അമ്മച്ചിയെ തേടി വീട്ടിൽ ചെന്നു. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത്? ഇത്ര മതിയല്ലോ കർത്താവിനെ കുറിച്ച് പറയാൻ. അപ്പോൾ സുവിശേഷം പറഞ്ഞു, അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ്റെ കുടുംബവും വിശ്വാസി വന്നു. അയാളുടെ മകനൊരു മിഷണറിയായി. 7000 പേര് അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ. അതിൻ്റെ വിത്തിട്ടത് ഈ അമ്മയാണ്. മനസ്സിലായോ? എന്താ കാര്യം എന്നറിയോ? നമ്മൾ ഈ വിതയ്ക്കുന്ന വിത്തുണ്ടല്ലോ, ഇത് ഒറിജിനൽ സാധനമാണ്. ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കധികം കാലം നിൽക്കാൻ ഒക്കത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനം, സത്യമായ വചനം, അതാണ് വിതയ്ക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഒരു കാരണവശാലും അത് കെട്ടുപോകയില്ല. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെട്ടുപോകാത്തെന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത, മായമില്ലാത്ത റിയൽ ഉൽപ്പന്നമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. സുവിശേഷം പോലെ ശക്തിയുള്ള ഒരു സന്ദേശം വേറെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൈബിൾ തുറന്ന് കേൾക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുസരിച്ച് സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് അടുത്ത ചില നിമിഷങ്ങൾ മുമ്പോട്ട് പോകാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മോട് ആദ്യം പറഞ്ഞത് യേശു കർത്താവാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനാണ്. ഈ 2 പേരുടെയും പ്രസ്താവനകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നീട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. പത്രോസും ഫിലിപ്പോസും യോഹന്നാനുമൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഉപദേശമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നത് യേശു കർത്താവും പൗലോസ് അപ്പോസ്തലനുമാണ്. ഇതിലെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ ഏതാണ്ട് 5 കാര്യം എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഗ്രഹിച്ചു. 5 ഉള്ളൂ എന്നല്ല, 5 കണ്ടു. അതിലൊന്ന് പരിശുദ്ധാത്മശക്തി, 2 പരിശുദ്ധാത്മാവെന്ന വ്യക്തി, 3 പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. സ്തോത്രം 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 സ്തോത്രം. 4 പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം. 5 പരിശുദ്ധാത്മാവിനാലുള്ള ഫലങ്ങൾ. ഈ 5 കാര്യങ്ങൾ ദൈവസഭയെയും ദൈവദാസന്മാരെയും ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ദൗത്യം. എവിടെയും എല്ലായിടത്തും അതാണ് ഞാൻ കൃപയിൽ ആശ്രയിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഉറക്കെ പറഞ്ഞാട്ട്, ശക്തി. 2ാമത്തേത് വ്യക്തി. 3ാമത്തേത് കൃപാവരങ്ങൾ. 4ാമത്തേത് സ്വഭാവം. 5ാമത്തേത്
ഫലങ്ങൾ. ഓർമ്മ വന്നല്ലോ? ശരി. ഇനി ഒന്നാമത്തേതിനെക്കുറിച്ചൊരു വാക്യം നിങ്ങൾ ആരെങ്കിലും തപ്പിയെടുത്ത് വായിക്കാവോ? കണ്ടുപിടിച്ച് വായിക്കാവോ? അവിടെ ആ ആ മതി മതി മതി. അവിടെ ശക്തി എന്ന് കാണുന്നില്ല. വായിച്ചതിന് നന്ദി. ആ അവിടെ ഉണ്ട്, അതിനാരോ മാർക്കുണ്ട്. നസ്രാനായ യേശുവിനെ ദൈവം ആ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. അതിനും ഉണ്ട് അരോ മാർക്ക്. അതെല്ലാം നല്ല വാക്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യങ്ങളാണ്. എന്നാൽ ഇനിയൊരു വാക്യമുണ്ട്, അതാണ് കിട്ടേണ്ടത്. പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് 5 വാക്കുകൾ ഒരുമിച്ച് വരുന്ന ഒരു വാക്യമുണ്ട്. അതൊരു വാക്കല്ലേ ഉള്ളൂ. അതും ഈ കൂടെ പെടുത്താം. എഫേസ്യർ 1:18 കിടക്കുന്നത്. പക്ഷെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് 15 മുതൽ വായിക്കാം. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ശക്തി, അവന്റെ ശക്തി, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം. 3 വാക്കായി. ബലം, വല്ലഭത്വം, വ്യാപാരം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന 4ാമത്തെ വാക്ക്. അവന്റെ അളവറ്റ ശക്തി, ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇങ്ങനെ 5 വാക്ക് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി ആ വാക്യത്തിൻ്റെ ആശയം എന്താണ്? അത് നിങ്ങൾ അറിയാൻ പറ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി ഗ്രഹിച്ചാൽ നിലനിൽക്കുന്ന ഉണർവുണ്ടാവും. ഓക്കെ, ഇത് ഏത് സഭയാണ് പറഞ്ഞാട്ടെ? എഫേസ്യസിലെ സഭ. ഈ സഭയെ പൗലോസ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ആത്മാവിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആത്മശക്തി അറിയണം. ഓക്കെ, അതറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് പാസ്റ്റർമാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ സഭയിലെ എല്ലാവരും ആത്മശക്തി അറിയണം. അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം, 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 സ്തോത്രം. അതാണ് അതിൻ്റെ രീതി. എന്നാൽ ഇനി അതിനകത്തുനിന്ന് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. നമ്മൾ ഈ ശക്തി അറിഞ്ഞാലേ നമുക്ക് സഭയോട് ഇത് അറിയണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ്റ്റേഴ്സ് ആദ്യം ഇത് അറിയണം. സ്തോത്രം, 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 സ്തോത്രം. ലോകത്തിൽ എത്ര ശക്തികളുണ്ട്? ഒത്തിരി ശക്തികളുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പണമാണെന്ന് എനിക്ക് തോന്നുന്നത്. മണി പവർ. മസിൽ പവർ, ക്രൗഡ് പവർ, പിന്നെ ഒത്തിരി പവറുകളുണ്ട്. എഡ്യൂക്കേഷൻ അതൊരു പവറാണ്. ഇങ്ങനെ ഒത്തിരി ശക്തികളുണ്ട്. എന്നാൽ സുവിശേഷ വേലയ്ക്ക് ദൈവമക്കൾക്ക് ഒറ്റ ശക്തിയാണ് യേശു കർത്താവ് പ്രോമിസ് ചെയ്തത്.
കർത്താവ് വാഗ്ദത്തം ചെയ്തത് ഒറ്റ ശക്തിയാണ്, അത് പരിശുദ്ധാത്മ ശക്തിയാണ്.